Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, alhamdulillah. Alladhi hadana li hada wa ma kunna linahtadiya lawla an hadana Allah. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മനസ്സിലാക്കുന്ന 14ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് ലഭിച്ചപ്പോൾ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പോവുകയും ഖദീജ ബീവി ഒരുപാട് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് പ്രവാചകനെ സമാധാനിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രവാചകനും ഖദീജ ബീവിയും ചേർന്ന് വറഖത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്ക് പോയി. വറഖത്ത് ബിൻ നൗഫൽ പറയാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വന്ന അതേ മലക്ക് തന്നെയാണ് താങ്കളുടെ അരികിലേക്കും വന്നിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് മൂസാ നബി എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം? അവിടെ ഈസാ നബി എന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് അലൈഹിസ്സലാം. അതിന്റെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. എന്തായാലും പിന്നീട് ഈ വറഖത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്, ഞാനൊരു യുവാവായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ഈ മക്കയിലെ ആളുകൾ താങ്കളെ ഇവിടുന്ന് പുറത്താക്കുന്ന ഒരു കാര്യം വരാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അവ മുഖരിജിയഹും, മക്കക്കാരായ ആളുകൾ എന്നെ പുറത്താക്കി, അതൊരിക്കലും ഉണ്ടാകൂല എന്നുള്ള രൂപത്തിലാണ് നബിയുടെ സംസാരം. എന്നാൽ വറഖത്ത് ബിൻ നൗഫൽ പറയാണ്, ഇതേ ആദർശവുമായി കടന്നു വന്ന മുൻഗാമികളെ എല്ലാ ആളുകളും അവരുടെ ജനങ്ങൾ അവരെ പുറത്താക്കിയിട്ടുണ്ട്. അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സംരക്ഷണം ഞാൻ നൽകുമെന്നാണ് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞത്. പിന്നീട് വറഖത്ത് ബിൻ നൗഫൽ പെട്ടെന്ന് മരണപ്പെട്ടു. ആ വറഖത്ത് പെട്ടെന്ന് മരണപ്പെടാനുള്ള കാരണവും നമ്മൾ വിശദീകരിച്ചു. അതേപോലെ കുറച്ചു കാലം ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നിലച്ചിട്ടുണ്ട്. കുറച്ചു കാലം ഈ ഒരു ആദ്യത്തെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം പിന്നീട് റസൂലുള്ളാഹിക്ക് തീരത്തില്ല, വഹി ലഭിച്ചിട്ടില്ല. അപ്പൊ ആ വഹി എത്ര കാലമാണ് നിലച്ചത്, പിന്നീട് എത്ര കാലങ്ങൾക്ക് ശേഷമാണ് പിന്നീട് വഹി വരുന്നത്, ആ വഹി വന്നത് സമയത്ത് പിന്നീട് റസൂലുള്ളാഹി എന്തൊക്കെയാണ് പറഞ്ഞത് തുടങ്ങിയ വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. വഹിയിന്റെ ഇനങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40ാമത്തെ വയസ്സിൽ നബുവത്ത് ലഭിച്ച് ആ നബുവത്ത് ലഭിച്ചതിന് ശേഷം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന വീതിയിലേക്ക് ഇറങ്ങാണ്. പ്രബോധന വീതിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം രഹസ്യ പ്രബോധനമാണ്, പിന്നെ പരസ്യ പ്രബോധനമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹി നുബുവത്ത് ലഭിക്കുന്നത്? 40-ാമത്തെ വയസ്സിൽ. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ച് പിന്നീട് 13 കൊല്ലവും റസൂലുള്ളാഹി ജീവിച്ചത് എവിടെയാണ്? റസൂലുള്ളാഹി ജീവിച്ചത് മക്കയിലാണ്. പിന്നീട് അതിനുശേഷം 13 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് 10 വർഷം ജീവിച്ചത് മദീനയിൽ. അങ്ങനെ ഏകദേശം 23 വർഷം. 63-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി മരണപ്പെട്ടു. ഈ 13 വർഷം മക്കയിൽ ജീവിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിൽ ആദ്യത്തെ 3 വർഷം രഹസ്യ പ്രബോധനാണ്. ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ പ്രവാചകന് ഉറപ്പുണ്ട് എന്ന് തോന്നുന്ന, ചതിക്കൂല എന്ന ഉറപ്പുള്ള ആളുകളോട് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം നടത്തി. അതായിരുന്നു ആദ്യത്തെ 3 വർഷം. പിന്നീടുള്ള 10 വർഷത്തിലാണ് പരസ്യ പ്രബോധനം നടക്കുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിക്കുന്നത് ആരാണ്? ആദ്യം വിശ്വസിക്കുന്നത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അവരുടെ ചരിത്രം നമ്മൾ വിശദീകരിച്ചതാണ് മഹദിയുടെ. അതേപോലെ തന്നെ വറഖത്ത് ബിൻ നൗഫലും പ്രവാചകരിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ വലകിന്നഹു മാഅത മുബക്കിറൻ, വളരെ നേരത്തെ തന്നെ ആര് മരണപ്പെട്ടു? ഇസ്ലാമിന്റെ തുടക്കത്തിൽ തന്നെ വറഖത്ത് ബിൻ നൗഫൽ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അതേപോലെ പ്രവാചകരിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച മറ്റൊരു വ്യക്തിയാണ് മഹാനായ സ്വഹാബി അലി ഇബ്നു അബീ ത്വാലിബ്. ഈ അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ 10-ാമത്തെ വയസ്സിലാണ്, ചെറിയ പ്രായമാണ്, 10 വയസ്സായിട്ടുള്ളൂ. ഈ 10-ാമത്തെ വയസ്സിൽ അദ്ദേഹം റസൂലുള്ളാഹിന്റെ കൂടെയാണ് താമസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായ അബൂ താലിബ് വളരെ ദരിദ്രനാണ്, സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തു. റസൂലുള്ളാഹിന്റെ വീട്ടിലാണ് ആര് വളരുന്നത്? അലി റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ ജഅഫർ ബിൻ അബീ ത്വാലിബ്, അബൂ താലിബിന്റെ മറ്റൊരു മകനാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ പിതാവിന്റെ സഹോദരനും ഏറ്റെടുത്തു. അപ്പൊ നബിയുടെ വീട്ടിലാണ് ആര് വളരുന്നത്? അലി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും ആരാധന കർമ്മം ചെയ്യാണ്. അവർ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ വീട്ടിലേക്ക് കുട്ടിയായ അലി റളിയല്ലാഹു അൻഹു കയറി വന്നു. എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. 10 എന്നും അതേപോലെ തന്നെ 7 എന്നുള്ളതും 2 റിപ്പോർട്ടും വന്നിട്ടുണ്ട്. എന്തായാലും 10-ാമത്തെ വയസ്സിൽ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിൽ കയറി വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് കണ്ടപ്പോ സ്വാഭാവികമാണ് ഈ കുട്ടിക്ക് ഈ കാഴ്ച ആദ്യമാണ്. റസൂലുള്ളാഹിനോട് ചോദിക്കാണ്, നിങ്ങൾ എന്താണ് ചെയ്യണത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കള് ആ പ്രായത്തിൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും അതിന് മറുപടി കൊടുക്കുക? ഇനി അതിപ്പോ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല, അത് ആകുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞുതരാം എന്ന് റസൂലുള്ളാഹി അതല്ല പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, തൗഹീദിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അലി നീ എന്ത് ചെയ്യണം? ഇസ്ലാം മതം സ്വീകരിക്കണം. അലി റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. അലി റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി എനിക്ക് എന്റെ ഉപ്പാനോട് ചോദിക്കണം എന്നുള്ളതാണ്. ഉപ്പായ അബൂ താലിബിനോട് ചോദിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലി നീ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണില്ലെങ്കിലും നീ ഇത് മറച്ചു വെക്കണം. മറ്റുള്ള ആളുകളെ മുമ്പിൽ പോയി പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രയാസം ഉണ്ടാക്കിയത്. അങ്ങനെ അന്ന് രാത്രി അലി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങാണ്. ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞ ഈ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്? അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ചെറിയ കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിക്കുന്നത് ആരാണ്? മഹാനായ സ്വഹാബി അലി റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇസ്ലാമിൽ ആദ്യമായി കൊണ്ട് പ്രവാചകരിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് ആരാണ്?
ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹ എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് വറഖത്ത് ബിൻ നൗഫലാണ്. പക്ഷേ വലാകിന്നഹു മാത മുബക്കിറൻ, നേരത്തെ തന്നെ മരണപ്പെട്ടു. അതേപോലെ പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. ചെറിയ കുട്ടിയാണ്, 10ാമത്തെ വയസ്സിലാണ്. നബിയും ഖദീജ ബീവിയും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രംഗം കണ്ടപ്പോൾ നബിയോട് കാര്യം ചോദിച്ചു. നബി കാര്യം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. അപ്പോ ഇവിടെ ഒരു ചോദ്യം, പിന്നെ നബി എന്ത് ചെയ്യായിരുന്നു? നിസ്കരിക്കായിരുന്നു. ഖദീജ ബീവിന്റെ മരണത്തിന് ശേഷം ഇസ്രാ മിഅ്റാജ് യാത്രയിൽ തിരിച്ചു മടങ്ങുമ്പോഴല്ലേ റസൂലുള്ളാഹിക്ക് നമസ്കാരം എന്ന സമ്മാനം കിട്ടുന്നത്? പിന്നെ എങ്ങനെയാ റസൂലുള്ളാഹി അവിടെ നിസ്കരിക്കുക? അന്ന് നിസ്കാരം ഉണ്ടായിരുന്നോ? ചോദ്യം മനസ്സിലായി. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ തിരിച്ചു മടങ്ങുമ്പോൾ അള്ളാഹു നൽകിയ ഒരു സമ്മാനാണ് നമസ്കാരം. എന്നാൽ ഇസ്രാ മിഅ്റാജ് യാത്രയ്ക്ക് എത്രയോ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിലാണ്. ഇവിടെ എന്താന്ന് ചോദിച്ചാല് പൂർവ്വ പ്രവാചകന്മാർക്കും എന്തുണ്ട്? നിസ്കാരം ഉണ്ടായിരുന്നു. നമുക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ സൂറത്ത് ഇബ്രാഹിമിന്റെ 37-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്ക് അള്ളാഹു പറയാണ്, റബ്ബനാ ലിയുഖീമുസ് സലാത്ത്, ഞങ്ങളുടെ രക്ഷിതാവേ അവര് നമസ്കാരം ഉറപ്രകാരം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഒരു വിഷയം പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞതാണ്. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ജനത പറയുന്ന ഒരു വിഷയമാണ്. ഖാലു യാ ശുഐബു അസലാതുക തഅമുറുക അൻ നത്റുക മാ യഅബുദു ആബാഉനാ. ശുഐബേ, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വന്നതിനെ ഒഴിവാക്കണമെന്ന് നീ ഞങ്ങളോട് പറയാനുള്ള കാരണം നിന്റെ നമസ്കാരമാണോ എന്നുള്ളതാണ്. ഞങ്ങൾ ആരാധിച്ചു വന്ന ഞങ്ങളുടെ പിതാക്കന്മാരെ ഒഴിവാക്കി നീ പറഞ്ഞ ആദർശത്തിലേക്ക് വരണമെന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിച്ചത് നിന്റെ നിസ്കാരമാണ്. അവിടെ എന്ത് പറഞ്ഞു? സ്വലാത്ത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ബനു ഇസ്രായേൽ ജനതയെ കുറിച്ച് പറഞ്ഞപ്പോൾ 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ 43-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർകഉ മഅർ റാഖീൻ. നിങ്ങൾ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണം, സകാത്ത് കൊടുക്കണം, റുകൂഅ് ചെയ്യുന്ന ആളുകളുടെ കൂടെ റുകൂഅ് ചെയ്യണം. മറിയം ബീബിനോട് അല്ലാഹു പറഞ്ഞത് എന്താണ്? യാ മറിയം ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർകഇ മഅർ റാഖീൻ. ആലി ഇംറാനിലെ 43-ാമത്തെ ആയത്ത്. മറിയമേ, നീ റബ്ബിനെ എന്ത് ചെയ്യണം? ഭയഭക്തി കാണിക്കണം, നീ അല്ലാഹുവിലേക്ക് സുജൂദ് ചെയ്യണം, റുകൂഅ് ചെയ്യുന്നവരുടെ കൂടെ റുകൂഅ് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ജുവൈജ റളിയല്ലാഹു അൻഹുവിന്റെ ജുവൈജ റഹ്മത്തുള്ളാഹിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ജുവൈജ റഹ്മത്തുള്ളാഹിന്റെ നമുക്ക് എല്ലാ ആളുകൾക്കും അറിയുന്ന സംഭവമാണ്. ജുവൈജ റഹ്മത്തുള്ളാഹി ആളുകളിൽ നിന്നൊക്കെ മാറി ഒരു മലയുടെ മുകളിൽ പോയി അദ്ദേഹം നമസ്കരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഉമ്മ വന്ന് വിളിക്കണത്. അദ്ദേഹം ചെയ്തില്ല, പുറത്തേക്ക് വന്നില്ല. 2-ാമത്തെ ദിവസം വന്നു, 3-ാമത്തെ ദിവസം വന്നു. അങ്ങനെ 3-ാമത്തെ ദിവസത്തിലാണ് അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥിക്കുന്നത്. അവിടെ എന്താണ്? അദ്ദേഹം നിസ്കരിക്കായിരുന്നു. അപ്പൊ മുൻകാല പ്രവാചകന്മാർക്ക് എന്തുണ്ട്? നിസ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് നിസ്കരിക്കണം അതേ രൂപം, അതേ റുകൂഅ്, അതേ സുജൂദ്, അതേ പ്രാർത്ഥന, അതേ സമയം എന്ന് കാണാൻ കഴിയില്ല. മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് ലഭിച്ച ഉടനെ തന്നെ ജിബ്രീൽ നബിയെ കൊണ്ട് ഒരു മലയുടെ മറവിലേക്ക് കൊണ്ടുപോയി. ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും സഫാ മർവന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. സഫാ മർവന്റെ ഭാഗത്തേക്ക് പോയി ജിബ്രീൽ അദ്ദേഹത്തിന്റെ കാല് കൊണ്ട് നിലത്ത് മടമ്പ് കൊണ്ട് എന്ത് ചെയ്തു? നിലത്തടിച്ചു. ആ നിലത്തടിച്ച സമയത്ത് അവിടെ എന്ത് ചെയ്തു? വെള്ളം വന്നു. വെള്ളം വന്ന സമയത്ത് അതിന് എന്ത് ചെയ്തു? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖം കൊടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വുദു കൊടുത്തു. എന്നിട്ട് ഹദീസിൽ കാണാൻ കഴിയും സുമ്മ സല്ലാ റകഅതൈൻ, അവർ 2 റകഅത്ത് നിസ്കരിച്ചു. വസജദ 4 സജദാത്ത്, 4 സുജൂദുകളും അവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യ കാലഘട്ടത്തിൽ തന്നെ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന അതേ രൂപം, അതേ പ്രാർത്ഥന, അതേ സമയം, സുബഹി, ദുഹർ, അസർ, മഗ്രിബ്, ഇശാ എന്നീ രൂപം എന്നുള്ളത് എന്ത് ചെയ്യാൻ കഴിയില്ല? കാണാൻ കഴിയില്ല. എന്തായാലും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ഖദീജ ബീവിയായിട്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലി റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. അതേപോലെ തന്നെ യമനിന്റെ ഭാഗത്ത് നിന്ന് അഫീഫുൽ കിന്ദി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു. അദ്ദേഹം ആദ്യകാലത്ത് മുസ്ലിം അല്ല. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹിന്റെ പിതാവിന്റെ സഹോദരൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബുമായി കൊണ്ട് കച്ചവട ബന്ധമുള്ള ആളാണ് അഫീഫുൽ കിന്ദി. അദ്ദേഹം യമനിന്റെ ഭാഗത്ത് വന്ന്
കഅബാലയത്തിന്റെ ഓരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കഅബാലയത്തിന്റെ ഓരത്ത് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നീട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് പറയാണ് ഈ വിഷയം. എന്താണ്? ഞാൻ ഇങ്ങനെ കഅബാലയത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു യുവാവ് വന്നു. കഅബന്റെ അരികിൽ വന്ന് ഒരു വിചിത്രമായ ഒരു കർമ്മം ചെയ്തു. അതേപോലെ തന്നെ ആ യുവാവ് വന്നു, അദ്ദേഹത്തിന് ശേഷം ഒരു കുട്ടി വന്ന് അദ്ദേഹത്തിന്റെ വലതു ഭാഗത്ത് നിന്നു. പിന്നീട് ഒരു സ്ത്രീ വന്ന് അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് ഞാൻ ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ഒരു വിചിത്രമായ ഒരു കർമ്മം, ഒരു ആരാധന കർമ്മം അവർ ചെയ്യുന്നുണ്ട്. ഇതെന്താണ് എന്ന് അഫീഖുൽ ഹിന്ദി എന്ന് പറയുന്ന യമനുകാരനായ വ്യക്തി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കാൻ ആരൊക്കെയുണ്ട്? റസൂലുള്ളാഹി. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറയാണ്, അത് എന്റെ സഹോദരന്റെ മകൻ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുവാവ് എന്ന് പറഞ്ഞില്ലേ, അത് എന്റെ സഹോദരന്റെ മകൻ, അഥവാ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ് അബ്ദുള്ളയുടെ മകനാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആ യുവാവിന്റെ വലതു ഭാഗത്ത് ഒരു കുട്ടി വന്നു പറഞ്ഞില്ലേ, അതെന്റെ മറ്റൊരു സഹോദരന്റെ മകനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു സഹോദരനാണ് അബൂ താലിബിന്റെ മകനാണ് ആരെ? അലി റളിയല്ലാഹു അൻഹു. ഇനി ആ യുവാവിന്റെ പുറകിൽ ഒരു സ്ത്രീ വന്നു പറഞ്ഞില്ലേ, അത് മുഹമ്മദ് നബിയുടെ ഭാര്യയായ ഖദീജ ബീവിയാണ്. എന്നിട്ട് ഈ അഫീഖുൽ ഹിന്ദി പറയാണ്, ഞാൻ അന്ന് എന്ത് ചെയ്തില്ല? ഇസ്ലാം സ്വീകരിച്ചില്ല. അന്ന് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇസ്ലാമിലെ 4ാമത്തെ വ്യക്തി അത് ഞാനായിരുന്നു. ഇസ്ലാമിലെ 4ാമത്തെ വ്യക്തി, കാരണം ഒന്ന് റസൂലുള്ളാഹ്, പിന്നെ അലി റളിയല്ലാഹു അൻഹു, പിന്നെ ഖദീജ ബീവി, 4ാമത് എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ആകുമായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല? അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും അപ്പൊ ഖദീജ ബീവി ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നെ വറഖത്ത് ബിൻ നൗഫൽ, ഇവിടെ ഓർഡർ അല്ല, ഞാൻ ജസ്റ്റ് പറയാണ്, അലി റളിയല്ലാഹു അൻഹു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രത്തെ ഞാൻ ഇതിനു മുമ്പ് വിശദീകരിച്ചതാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതേപോലെ പ്രവാചകന്റെ പെൺമക്കൾ റസൂലുള്ളാഹിക്ക് 4 പെൺകുട്ടികളാണ്, സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ. ഈ 4 മക്കളും ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ ഭർത്താക്കന്മാരായ ആളുകൾ വളരെ വൈകിയാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. സൈനബ് ബീവിയുടെ ഭർത്താവായ അബുൽ ആസ് ബിൻ റബീഅ അവസാന കാലഘട്ടത്തിലാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. റുഖയ്യ ബീവി ആദ്യം കല്യാണം കഴിക്കുന്നത് ഉതുബയാണ്, ഉതുബ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ഉമ്മു കുൽസുമിനെ ആദ്യം കല്യാണം കഴിക്കുന്നത് ഉതൈബയാണ്. ഇവര് തൊലാഖ് ചെയ്തതിനു ശേഷം റുഖയ്യ ബീവിയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. ഹിജ്റ 2ാം വർഷം ബദറിന്റെ സമയത്ത് റുഖയ്യ ബീവി മരണപ്പെട്ടപ്പോൾ ഉമ്മു കുൽസുമിനെ റസൂലുള്ളാഹി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുത്തു. ഫാത്തിമ ബീവിയുടെ ഭർത്താവ് ആരാണ്? അലി റളിയല്ലാഹു അൻഹു. അതേ ഇസ്ലാമിന്റെ തുടക്കത്തിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഖദീജ ബീവി, വറഖത്ത് ബിൻ നൗഫൽ, അലി ബിൻ അബി ത്വാലിബ്, റസൂലുള്ളാഹിന്റെ അടിമയായപ്പോൾ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ്? അലി റളിയല്ലാഹു അൻഹു. അതേപോലെ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, പിന്നെ റസൂലുള്ളാഹിന്റെ മക്കൾ. ഇത് ഓർഡർ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയത് മാത്രം. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വളരെ ഗൗരവത്തിൽ അല്ലെങ്കിൽ വളരെ വിശാലമായി കൊണ്ട് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കാണ്, മാ തലഅത്തി ശംസു വലാ ഗറബതി ബഅദ നബിയ്യീന വൽ മുർസലീന അലാ അഹദിൻ അഫ്ളൽ മിൻ അബീ ബക്കർ. അഥവാ പ്രവാചകന്മാർ കഴിഞ്ഞാൽ അബൂബക്കറിനോളം ശ്രേഷ്ഠനായ ഒരാളുടെ തലയിലും സൂര്യൻ ഉദിച്ചിട്ടില്ല. പ്രവാചകന്മാർ കഴിഞ്ഞാല് അബൂബക്കറിനോളം ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുടെ തലയിലും സൂര്യൻ ഉദിച്ചിട്ടില്ല. അത്രത്തോളം ശ്രേഷ്ഠനായ വ്യക്തിയായിരുന്നു ആരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഞാൻ ഇതിന് അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് എഴുതാനുള്ള കാരണം, ഇവരൊക്കെ ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു നിലയ്ക്ക് റസൂലുള്ളാഹിന്റെ കുടുംബവുമായി കൊണ്ട് ബന്ധമുള്ള ആളുകളാണ്. ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. വറഖത്ത് ബിൻ നൗഫൽ റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ അമ്മാവന്റെ മകനാണ്. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പിതാവിന്റെ സഹോദരന്റെ മകനാണ്. സയ്യിദ് ബിൻ ഹാരിസ് റസൂലുള്ളാഹിന്റെ അടിമയാണ്, വളർത്തു മകനാണ്. സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ റസൂലുള്ളാഹിന്റെ മക്കളാണ്. എന്നാൽ പ്രവാചകന്റെ കുടുംബവുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണ് ആരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താ? അബൂബക്കർ റളിയല്ലാഹുവിന്റെ ശരിക്കുള്ള പേര് എന്താണ്? അബൂ ഖുഹാഫ ഉപ്പയാണ്. ശരിക്കുള്ള പേര്
അബ്ദുള്ള എന്നാണ്. ശരിക്കുള്ള പേര് അബ്ദുള്ള. പിന്നെ അബൂബക്കർ, ബക്കറിന്റെ വാപ്പാന്ന് പേര് ലഭിക്കാനുള്ള കാരണം അത് അന്ന് ആ കാലഘട്ടത്തിൽ കുഞ്ഞിയത്തിടും. കുഞ്ഞിയത്ത് എന്ന് പറഞ്ഞാൽ വിളിപ്പേര്. പിന്നെ ഇപ്പോ മക്കളിലേക്ക് ചേർത്തിട്ട് റസൂലുള്ളാഹിന്റെ കുഞ്ഞിയത്ത് എന്താണ്? അബുൽ ഖാസിം, ഖാസിമിന്റെ വാപ്പ. അപ്പൊ അബൂ ഹുറൈറ എന്നുള്ളത് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ശരിക്കുള്ള പേരെന്താ? അബ്ദുറഹ്മാൻ എന്നാണ്. അബൂ ഹുറൈറ എന്ന് പേര് വരാനുള്ള കാരണം അദ്ദേഹം എപ്പോഴും പൂച്ചയായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇടപഴകാറുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി നൽകിയ പേരാണ് അബൂ ഹുറൈറ, പൂച്ചയുടെ പിതാവ് എന്ന പേര് അദ്ദേഹത്തിന് നൽകി. എന്നാൽ അബൂബക്കർ എന്ന് പേര് വരാനുള്ള കാരണമായിട്ട് പണ്ഡിതന്മാര് പറഞ്ഞത് ബക്കർ എന്ന് പറയുന്ന മകനായിരിക്കില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനില്ല. ശരിക്കും ബക്കർ എന്ന് പറഞ്ഞാല് ചെറിയ പ്രായമുള്ള പിടിക്കാൻ പറ്റാത്ത ഒട്ടകക്കുട്ടിയില്ലേ, അതിനാണെന്ന് പറയാ ബക്കർ എന്ന് പറയാം. അഥവാ അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലേ ലഭിച്ചതാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ധൈര്യം കൊണ്ടായിരിക്കും, ശൂരത്വം കൊണ്ടായിരിക്കും. എന്തായാലും അന്ന് അദ്ദേഹത്തിന് നൽകിയ പേരാണ് അബൂബക്കർ എന്നുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്ത്. ശരിക്കുള്ള പേരെന്താണ്? അബ്ദുള്ള. ഉപ്പ ഉസ്മാനാണ്. ഉസ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ ശരിക്കുള്ള പേര്. ഉപ്പാന്റെ വിളിപ്പേര് അബൂ ഖുആഫ. ഉമ്മാന്റെ പേര് സൽമ എന്നുള്ളതാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ച സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. ആ പ്രയാസങ്ങൾ ഉണ്ടായപ്പോ ഇസ്ലാമിൽ ആദ്യമായി കൊണ്ട് ഹിജറ പോണത് എങ്ങോട്ടാണ്? അബിസീനയിലേക്കാണ്. അബിസീനയിലേക്ക് ഹിജറ പോകാൻ ആരും തീരുമാനിച്ചു? അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ച് അദ്ദേഹം യാത്രാ മധ്യേ ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടു. മക്കയുടെ അതിർത്തി വിട്ടു അദ്ദേഹം. എന്നിട്ട് അതിലെ ഒരു ജൂതനായ ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടു. ഈ ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അബൂബക്കർ താങ്കൾ ഒരിക്കലും മക്ക വിട്ടു പോകാൻ പാടില്ല. കാരണം താങ്കൾ നല്ല വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞൊരു വാക്കാണ് ഫഇന്നക തക്സിബുൽ മഅദൂമ വതസ്ലിർ റഹിമ വതഹ്മിലുൽ കല്ല വതുബിറുൽ ലൈബ. താങ്കൾ അതിഥിയെ സൽക്കരിക്കുന്ന ആളാണ്. താങ്കൾ കാലവിപത്ത് സംഭവിച്ച ആളുകളെ സഹായിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. മറ്റുള്ള ആളുകളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താത്ത രൂപത്തിൽ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. അതുകൊണ്ട് താങ്കളെ പോലെയുള്ള ആളുകൾ മക്ക വിട്ടു പോകാൻ പാടില്ല. താങ്കൾക്കുള്ള മുഴുവൻ സംരക്ഷണവും ഞാൻ നൽകാം. അപ്പൊ അന്നത്തെ രാഷ്ട്രീയ നിയമം എന്ന് പറഞ്ഞാല് ഒരാൾ അദ്ദേഹത്തിന്റെ നാട് വിട്ടു പോവുകയാണെങ്കിൽ പിന്നീട് വേറൊരാൾ എന്ത് ചെയ്യണം? കഫാലത്ത് ഏറ്റെടുക്കണം. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് വേണം? കഫീല് വേണ്ടേ? അപ്പൊ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, മക്ക വിട്ട് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, പ്രവാചകൻ ഇസ്ലാമിന്റെ തുടക്കത്തിൽ മക്കയിലെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോ എവിടേക്ക് പോയി? ഉമ്മാന്റെ നാടായ തായിഫിലേക്ക് പോയി. പിന്നെ റസൂലുള്ളാഹിക്ക് മക്കത്ത് കയറാൻ കഴിഞ്ഞിട്ടില്ല. മക്കയുടെ അതിർത്തിന്റെ ഭാഗത്ത് വന്നു നിന്നുന്ന, കാരണം രാജ്യം വിട്ടുപോയി. ഇനി ആരെങ്കിലും എന്ത് ചെയ്യണം? കഫാലത്ത് ഏറ്റെടുക്കണം. അപ്പോഴാണ് ജുബൈർ ബിൻ മുതഇമിന്റെ പിതാവായ മുതഇം ബിൻ അദി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയാണ്, മുഹമ്മദിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ മുസ്ലിമല്ല, പക്ഷെ റസൂലുള്ളാഹിയുടെ ഇഷ്ടം കൊണ്ട് അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. അതേപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പിന്നീട് മക്കത്ത് കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇബ്നു ദുഗ്ന അദ്ദേഹത്തിന്റെ മക്കളെയും കൂട്ടി, ധാരാളം മക്കളുള്ള വ്യക്തിയാണ്. അദ്ദേഹം കഅബാലയത്തിന്റെ ഭാഗത്ത് വന്ന് പറഞ്ഞു, അബൂബക്കറിനുള്ള റളിയല്ലാഹു അൻഹു എല്ലാ സംരക്ഷണവും ഞാൻ കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കഫാലത്ത് ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആര് പിന്നീട് വരുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വരുന്നത്. നന്മയിൽ മുന്നേറിയ സ്വഹാബിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഹിമ. ഇന്നത്തെ ദിവസം നോമ്പ് നോട്ടതാരാണ്? ആരാണ് എണീറ്റ് നിൽക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തെ ചോദ്യം, മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. ഇന്നൊരു ജനാസയെ പിന്തുടർന്നതാരാണ്? അതിന് മറുപടി കൊടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. മൻ അതഅമ മിൻകുമുൽ യൗമ മിസ്കീന. ഇന്നൊരു മിസ്കീനിന് ഭക്ഷണം കൊടുത്തത്. നാലാമത്തെ ചോദ്യം, മനാദ മിൻകുമുൽ യൗമ മരീള. ഒരു രോഗിയെ സന്ദർശിച്ചത്, അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നൽകിയത് ആരാണ്? അതിനും മറുപടി പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മജ്തമഅന ഫീ ഇംരിഹിം ഇല്ലാ ദഖലൽ ജന്ന. ഇതെല്ലാം ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അയാൾക്ക് സ്വർഗ്ഗം അല്ലാതെ വേറെ ഒന്നും അല്ല എന്നാ. അഥവാ അയാൾക്ക് സ്വർഗം നിർബന്ധമാണ്. അത്രത്തോളം നന്മയിൽ മത്സരിച്ച സ്വഹാബിയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ നഖൂലു ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഫ്ളലു ഹാദിഹിൽ ഉമ്മ ബഅദ നബിയിഹാ അബൂബക്കർ. ഈ ഉമ്മത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ്?
അത് അബൂബക്കറാണ്. സുമ്മ ഉമർ, പിന്നെ ഉമറാ, സുമ്മ ഉസ്മാൻ, പിന്നെ ഉസ്മാനാണ്. പിന്നെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടു വലം യുൻകിർ അലൈന, ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, പ്രവാചകൻ അത് എതിർത്തിട്ടില്ല, അത് പറയണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അഫ്ദലു ഹാദിഹിൽ ഉമ്മ ബഅദ നബിയ്യിഹാ, അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കറാണ്. സുമ്മ ഉമർ, പിന്നെ ഉമറാണ് എന്നുള്ളതാണ്. അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് ചില ആളുകൾ ശ്രേഷ്ഠത കൊടുത്തു. അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തേക്കാൾ കൂടുതൽ ഇസ്ലാം വ്യത്യസ്ത നാടുകളിലേക്കും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ മുന്നേറ്റം ഉണ്ടായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് ചില ആളുകൾ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി, മഹത്വം പറയാൻ തുടങ്ങി. അത് കേട്ട ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, അലാ അറിയണേ, ഇന്ന അഫ്ദല ഹാദിഹിൽ ഉമ്മ അബൂബക്കർ, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കറാണ്. അതല്ലാതെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ കള്ളവാദിയാണെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീബി പറയാണ്, ലം യശറബുൽ ഖംറു ഖത്തുൻ, ഒരിക്കൽ പോലും എന്റെ പിതാവ് കള്ളു കുടിച്ചിട്ടില്ല. ജാഹിലിയത്തിലാകട്ടെ ഇസ്ലാമിലാകട്ടെ എന്റെ പിതാവ് കള്ളു കുടിച്ചിട്ടില്ല. ജാഹിലിയത്തിലാകട്ടെ ഇസ്ലാമിലാകട്ടെ എന്റെ പിതാവ് വിഭജിച്ചിട്ടില്ല. ജാഹിലിയത്തിലാകട്ടെ ഇസ്ലാമിലാകട്ടെ എന്റെ പിതാവ് വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടില്ല എന്ന് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാമി ഇല്ലാ കാന ഫീഹി ഇൻദഹു ഖബ്വ, ഞാൻ ആരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോഴും എല്ലാവരിലും ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. വേണോ വേണ്ടേ, ഇസ്ലാമിലേക്ക് വന്ന പ്രയാസാണ് എന്നൊരു ചാഞ്ചാട്ടം എല്ലാ ആളുകളിലും ഉണ്ടായിട്ടുണ്ട്. ആ ചാഞ്ചാട്ടം ഇല്ലാതെ ഞാൻ പറഞ്ഞ ഉടനെ തന്നെ റസൂലെ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ ഏക വ്യക്തി എന്റെ അബൂബക്കറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കരം കൊണ്ട് ധാരാളം അദ്ദേഹം ഒരുപാട് അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രമുഖനായിരുന്നു ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, ആമിർ ഇബ്നു ഫുഐറ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, മോചിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് ധാരാളം സമ്പത്ത് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുമ്പോൾ 40,000 ദീനാർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. 40,000 സ്വർണ്ണ നാണയം. അതെല്ലാം റബ്ബിന്റെ മാർഗത്തിലേക്ക് നൽകി. അവസാനം അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താ ഉള്ളതെന്ന് അറിയോ? ഒരടിമ. അതേപോലെ തന്നെ സവാരി ചെയ്യാനോ യുദ്ധത്തിനോ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ഒട്ടകം, ഈ വെള്ളമൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന വളരെ പ്രായം ചെന്ന് ആരോഗ്യമില്ലാത്ത ഒരു ഒട്ടകം, അതിന്റെ പുറത്ത് കയറി സവാരി ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ യുദ്ധം ചെയ്യാൻ കഴിയില്ല. അപ്പൊ എല്ലാ സമ്പത്തും 40,000 ദീനാറും അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകിയത് റബ്ബിന്റെ മാർഗത്തിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കാണ്, മനഫഅനി മാലുൻ ഖത്തുൻ മനഫഅനി മാലു അബൂബക്കർ, അബൂബക്കറിന്റെ സമ്പത്ത് ഉപകാരപ്പെട്ടതുപോലെ വേറൊരു മനുഷ്യന്റെ സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണ്, എനിക്ക് ഇസ്ലാമിന്റെ തുടക്കത്തിൽ എല്ലാ ആളുകളും എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായിച്ചതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് അവർക്ക് പകരം നൽകിയിട്ടുണ്ട്. അവർ ഇസ്ലാമിനെ സഹായിച്ചപ്പോ അതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ പകരം കൊടുത്തിട്ടുണ്ട്. ഞാൻ പകരം കൊടുക്കാത്ത ഏക വ്യക്തി അബൂബക്കറാണ്. അബൂബക്കറിന് ഞാൻ കൊടുക്കാൻ പോണത് നാളെ സ്വർഗ്ഗത്തിൽ വെച്ചാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അല്ലെ, മനുഷ്യന്മാരാണ്, സ്വാഭാവികമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സാധാരണ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ആകാറില്ല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ അങ്ങനെ അഭിപ്രായം പറയുമ്പോഴും തന്റെ എതിരുള്ള വ്യക്തി അല്ലെങ്കിൽ തന്റെ സഹോദരന്റെ അഭിപ്രായത്തെ മാനിക്കുന്ന ഒരു സ്വഭാവം ആയിട്ടുണ്ട് ഈ രണ്ട് സ്വഹാബികൾക്കുണ്ട്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന രീതി സ്വഹാബത്തിനുണ്ടായി. നമ്മളും ആ രീതികൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഞാൻ പറഞ്ഞത് എന്താണോ അത് മാത്രം നടക്കണം, ഞാൻ പറഞ്ഞത് എന്താണോ ആ വിഷയം മാത്രം ഉണ്ടാകണം എന്ന ഒരു രീതിയും നമ്മൾ ഒഴിവാക്കണം. എന്തായാലും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യണത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹും ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അവരിങ്ങനെ കുറച്ച് മാറിയിരിക്കാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമം തോന്നി. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഉമർ, എന്റെ ഭാഗത്താണ് തെറ്റ്, താങ്കൾ എനിക്ക് പുറത്തു തരണം.
പക്ഷെ നമുക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം അറിയാം, അദ്ദേഹം കുറച്ച് ഗീറത്തുള്ള ആളാണ്, അദ്ദേഹം മുഖം തിരിച്ചു എന്നുള്ളതാണ്. ഇത് ആർക്ക് വിഷമായി? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വിഷമായി. അദ്ദേഹം നേരെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്, അദ്ദേഹം നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോയി. ഉമർ റളിയല്ലാഹു അൻഹുവിന് പിന്നെ കുറെ സമയം കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു കുത്തരം, എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ അരികിലേക്ക് വന്നിട്ട് ഞാനത് പരിഗണിച്ചില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം വീട്ടിലില്ല. നേരെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ചെന്നു. മദീന പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലായുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹിന്റെ മുഖം ദേഷ്യം വന്ന് ചുവന്നിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള ഇങ്ങനെ കാലിന്റെ മുട്ട് കുത്തിയിട്ടാണ് ഇരിക്കണത്. ഞാൻ റസൂലുള്ളാഹിന്റെ കാലിന്റെ മുട്ടിനോട് എന്റെ മുട്ട് ചേർത്തിയിരുത്തി. അപ്പൊ റസൂലുള്ളാഹിന്റെ മുഖം കണ്ട സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയാണ്, റസൂലേ, ഞാനാണ് തെറ്റിയത്, ഉമറല്ല, ഞാനാണ് തെറ്റിയത്. എന്നിട്ട് ഞാൻ അതിക്രമം ചെയ്ത് ഞാൻ ചില വാക്കുകളൊക്കെ പറഞ്ഞു, അത് എന്റെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്ത് തെറ്റില്ല, ഉമറിന്റെ ഭാഗത്ത്. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ദേഷ്യപ്പെട്ടാലോ? ആ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വളരെ വൈകാരികമായ ചില വാക്കുണ്ട്. ഉമറെ, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത. അല്ലാഹു എന്നെ നിയോഗിച്ച സമയത്ത് നിങ്ങൾ എല്ലാ ആളുകളും എന്നെ കള്ളനാക്കിയിട്ടുണ്ട്. ഞാൻ ഇസ്ലാമിക പ്രബോധനവുമായി നിങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ നിങ്ങൾ എല്ലാ ആളുകളും എന്നെ അകറ്റിയിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് വഖാല അബൂബക്കർ, എന്റെ അബൂബക്കർ എന്നോട് പറഞ്ഞത്, പിന്നെ നബിയെ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ ആളുകളും മക്കയുടെ തെരുവീതിയിൽ നിന്ന് അകറ്റുമ്പോൾ എന്നെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് റസൂലെ ഞാനുണ്ട് എന്ന് പറഞ്ഞത് എന്റെ അബൂബക്കർ മാത്രമാണ്. നിങ്ങൾ എല്ലാ ആളുകളും എന്നെ ഒഴിവാക്കിയപ്പോഴും സാമ്പത്തികമായും ശാരീരികപരമായും എന്നെ സഹായിച്ചതും എന്റെ കൂടെ നിന്നതും എന്റെ അബൂബക്കറാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, സാഹിബി, എനിക്ക് വേണ്ടി എന്റെ കൂട്ടുകാരനെ നിങ്ങൾ വിടും, എന്റെ അബൂബക്കറിനെ നിങ്ങൾ ദ്രോഹിക്കരുത്, എന്റെ അബൂബക്കറിനെ ദ്രോഹിക്കുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് വളരെ വൈകാരികമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും കാണാൻ കഴിയും. എന്തായാലും ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കൊണ്ട് അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ ഇസ്ലാം മതം സ്വീകരിച്ച 5 പേരുണ്ട്. ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 34ാമത്തെ വയസ്സിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അദ്ദേഹം ഒരു യാത്രയിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് ഒരു അശരീരി കേട്ടു, ശബ്ദം കേൾക്കാണ്. ഈ യാത്രാ സംഘമേ, നിങ്ങൾ എണീറ്റ് മക്കയിലേക്ക് പോകൂ, മക്കയിൽ അഹ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ വന്നിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേരെ മക്കയിൽ വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് കാര്യം തിരക്കി. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. രണ്ടാമത്തെ വ്യക്തി സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു 16ാമത്തെ വയസ്സിലാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. വെറും 16ാമത്തെ വയസ്സിലാണ്. റസൂലുള്ളാഹി പറയാണ്, എല്ലാ നബിമാർക്കും ഹവാരികളുണ്ട്, എന്റെ ഹവാരി സുബൈറാണ് എന്ന് റസൂൽ പിന്നെ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബനു സുഹറ ഗോത്രക്കാരനാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മയായ ആമിന ബീവിയുടെ ഗോത്രമാണ് ബനു സുഹറ ഗോത്രം. ആ ഗോത്രക്കാരനായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. 17ാമത്തെ വയസ്സിലാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, ഫിദാക അബി വ ഉമ്മി, എന്റെ ഉമ്മാനിപ്പാനി നിങ്ങൾക്ക് പകരം നൽകാം, ബലി നൽകാം എന്ന രൂപത്തിൽ ഒരു പ്രയോഗമാണ് അത്. പിന്നെ സാധാരണ നബിയോട് എല്ലാ ആളുകളും പറയാറുണ്ട്, റസൂൽ എന്റെ ഉപ്പാനും ഉമ്മാനും പകരം നൽകാം എന്ന് പറയാറുണ്ട്. റസൂൽ അത് പറഞ്ഞത് ഒരൊറ്റ സ്വഹാബിയോട് മാത്രമാണ്. റസൂലുള്ളാഹി ഫിദാക അബി വ ഉമ്മി, എന്റെ ഉമ്മയും ഉപ്പാനും പകരം നൽകാം റസൂലുള്ളാഹി പറഞ്ഞത് ഒറ്റ സ്വഹാബിനോടാണ്. അത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോടാണ്. ഉഹദിന്റെ രണഭൂമിയിൽ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയാണ്, ഇർനിയാ സഅദ്, സഅദേ താങ്കൾ അമ്പ് ചെയ്യണം, ഫിദാക അബി വ ഉമ്മി, എന്റെ ഉമ്മാനും ഉപ്പാനും ഞാൻ പകരം നൽകാം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബനു സുഹറ ഗോത്രക്കാരനാണ്. 30ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. പിന്നീട് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു 14ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വഹാബി എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രായം ചെന്ന് വാർദ്ധക്യത്തിലെത്തി തൊലിയൊക്കെ ചുറ്റിച്ചുളിഞ്ഞ് കണ്ണിന്റെ കാഴ്ചയൊക്കെ മങ്ങി പള്ളിന്റെ ഒരു മൂലയിൽ തസ്ബീഹ് മാലയായിട്ട് ഖുർആൻ ഓതി ഇരിക്കുന്ന ആളുകളായിരുന്നില്ല അവൻ. അഥവാ അതിനെ മോശമാക്കി പറഞ്ഞതല്ല.
വളരെ യൗവന കാലഘട്ടത്തിൽ തന്നെ 14, 15, 16 ആ വയസ്സുകളിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ശക്തമായി കൊണ്ട് പ്രവർത്തിച്ച ആളുകളായിരുന്നു മഹാന്മാരായ സ്വഹാബികൾ. ഈ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പറയാറുണ്ട്. ഉഹദ് എന്ന് പറയുമ്പോഴേക്ക്, ഉഹദിനെ കുറിച്ച് പരാമർശിക്കുമ്പോഴേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ് അത് ത്വൽഹയുടെ യുദ്ധമാണ് എന്നുള്ളതാണ്. ഉഹദ് എന്ന് പറഞ്ഞാല് അത് ത്വൽഹ കൊണ്ടുപോയി, ഉഹദിലെ എല്ലാ നന്മകളും ത്വൽഹ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി എന്നുള്ളതാണ്. മഹാനായ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട കവി ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു കവിത പറയുന്നുണ്ട്. തറഖൽ ഖിയാഉ നബിയഹും വഖാമ ത്വൽഹ ലം യസൽ. ഉഹദിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റുള്ള സ്വഹാബികളൊക്കെ ഒറ്റപ്പെടുത്തി അവർ തിരിഞ്ഞോടിയപ്പോൾ റസൂലുള്ളാഹിക്ക് സംരക്ഷണ കവചം നൽകിയത് ത്വൽഹയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഉഹദിന്റെ രണഭൂമിയിൽ ശത്രുക്കളായ ആളുകൾ റസൂലുള്ളാഹിനെ വളഞ്ഞ് പ്രവാചകന്റെ അരികിലേക്ക് ഞാൻ ഓടി ചെല്ലുമ്പോൾ എന്നേക്കാൾ മുമ്പ് ഒരു കാറ്റ് വീശുന്ന വേഗതയിൽ എന്റെ മുമ്പിലൂടെ ഓടിപ്പോയത് ത്വൽഹയാണ്. ത്വൽഹയുടെ ശരീരത്തിൽ ഉഹദ് യുദ്ധത്തിന് ശേഷം വെട്ടുകൊള്ളാത്ത ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല. എല്ലാ ഭാഗത്തും ത്വൽഹയുടെ ശരീരത്തിൽ വെട്ടുകൊണ്ടിട്ടുണ്ട്. അവസാനം യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വേണ്ടി ഒരു പാറയുടെ പുറത്ത് റസൂലുള്ളാഹിനെ കയറ്റുകയാണ്. ആ കയറ്റുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് അതിന്റെ പുറത്ത് കയറാൻ കഴിയുന്നില്ല, കുറച്ച് വലിയ പാറയാണ്. അപ്പൊ ത്വൽഹാ റളിയല്ലാഹു അൻഹു അദ്ദേഹം കുനിഞ്ഞു നിന്ന് കൊടുത്തു. അദ്ദേഹത്തിന്റെ മുതുകിൽ ചവിട്ടി, അദ്ദേഹത്തിന്റെ പുറകെ ചവിട്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാറയുടെ പുറത്ത് കയറിയത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ് ഔജബ ത്വൽഹാ, ത്വൽഹാ നിങ്ങൾക്ക് നിർബന്ധായി, ത്വൽഹാ നിങ്ങൾക്ക് നിർബന്ധായി, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിങ്ങൾക്ക് നിർബന്ധമാണ് ത്വൽഹാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ ആർക്കെങ്കിലും കാണണമെങ്കിൽ എന്റെ ത്വൽഹയിലേക്ക് നിങ്ങൾ നോക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ പ്രവാചകന്റെ നാവ് കൊണ്ട് സ്വർഗ്ഗത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബിമാരുടെ കൂട്ടത്തിൽ 5 പേരും ഇസ്ലാം മതം സ്വീകരിക്കുന്നത് ആരുടെ ദഅവത്ത് കൊണ്ടാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കൊണ്ടാണ്. ഞാൻ അവസാനിപ്പിക്കാണ്. സഈദ് ബിൻ മുസയ്യിബ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതനുണ്ട്. അദ്ദേഹം പറയാണ്, ഈ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ അവർ യുദ്ധത്തിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹിന്റെ മുമ്പിലും നമസ്കാരത്തിന്റെ സമയത്ത് റസൂലുള്ളാഹിന്റെ പുറകിലായിരുന്നു എന്നുള്ളതാണ്. യുദ്ധം ഉണ്ടാകുമ്പോൾ അവർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിൽക്കും, നമസ്കാരത്തിന്റെ സമയത്ത് റസൂലുള്ളാഹിന്റെ പുറകിൽ മഅ്മൂമായി കൊണ്ട് നിൽക്കുമായിരുന്നു എന്നുള്ളതാണ്. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ആട്ടിടയനായിരുന്നു. ആരാണ് ഉഖബത്ത് ബിൻ അബീ മുഈത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ഇട്ട വ്യക്തിയാണ് ആര്? ഉഖബത്ത് ബിൻ അബീ മുഈത്ത്. അദ്ദേഹത്തിന്റെ അടിമയായിരുന്നു അല്ലെങ്കിൽ ആട്ടിടയനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ അരികിലൂടെ റസൂലുള്ളാഹിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. അപ്പൊ നബി അദ്ദേഹത്തോട് ചോദിച്ചു, കുറച്ച് കുടിക്കാൻ പാല് തരുമോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇതെന്റെ യജമാനന്റേതാണ്, എനിക്കിത് തരാൻ കഴിയില്ല, എനിക്കതിന്റെ കണക്ക് ബോധിപ്പിക്കാനുള്ളതാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, കറവ പറ്റിയ ഒരു ആടിനെ കാണിച്ചു തരൂ. കറവല്ല, അതിന് പാല് ലഭിക്കൂല, അങ്ങനെ ഒരു ആടിനെ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആടിനെ കാണിച്ചു കൊടുത്തു. ആടിന്റെ അരികിലേക്ക് റസൂലുള്ളാഹി ചെന്ന് അകിടിന്റെ ഭാഗത്ത് പ്രവാചകൻ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പാല് കറന്നു. ധാരാളം പാല് ലഭിച്ച് നബി വയറ് നിറച്ചു കുടിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടിച്ചു. പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് കൊടുത്തു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വല്ലാത്ത ആശ്ചര്യം, നിങ്ങൾ ഈ പറഞ്ഞ വാചകം എന്താണ്, അത് എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മതം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ വെച്ച് ആര് ഇസ്ലാം സ്വീകരിച്ചു? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഇന്ന് നമ്മള് കഅബാലയത്തിന്റെ ഭാഗത്ത് മക്കയിൽ പോകുമ്പോൾ ഖുർആൻ ഇങ്ങനെ കേൾക്കാൻ കഴിയും. ഓരോ ഷോപ്പിന്റെ മുമ്പിലും അതേപോലെ തന്നെ കഅബന്റെ ഉള്ളിൽ നിന്നൊക്കെ ഖുർആൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പല ആളുകളും ഫോണിലൊക്കെ വെച്ചിട്ടുണ്ടാകും. കഅബന്റെ മുമ്പിൽ വെച്ച് ആദ്യമായി ഖുർആൻ ഓതിയ വ്യക്തി അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹി പറയാണ്, ജിബ്രീൽ ഖുർആൻ ഇറക്കിയത് ഏത് രൂപത്തിലാണോ അതേപോലെ ഖുർആൻ കേൾക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഖിറാഅത്ത് കേട്ടാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ 3 വർഷം, നബുവത്തിന്റെ ആദ്യത്തെ 3 വർഷം രഹസ്യ പ്രബോധനാണ്. ആ രഹസ്യ പ്രബോധന സമയത്ത് തന്നെ 40-50 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്?
ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അർക്കം ബിൻ അബിൽ അർക്കം എന്ന് പറയുന്ന വ്യക്തി. ദാറുൽ അർക്കം എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ഈ അർക്കം ബിൻ അബിൽ അർക്കം എന്ന് പറഞ്ഞാല്? ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ രഹസ്യ പ്രബോധന സമയത്ത് റസൂലുള്ളാഹിയും സ്വഹാബികളും ഒളിച്ചിരുന്നത് ആരുടെ വീട്ടിലാണ്? അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്. ഓക്കെ, അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരുടെ വീട് ആരുടെയും റസൂൽ സെലക്ട് ചെയ്തില്ല. ഈ അർക്കമിന്റെ വീട് സെലക്ട് ചെയ്യാനുള്ള കാരണം 16 വയസ്സുള്ള അർക്കമിനെ, 16-കാരനായ അർക്കമിന്റെ വീട്ടിൽ റസൂലുള്ളാഹിയും സ്വഹാബത്തും ഇസ്ലാമിക പ്രബോധനം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മക്കയിലെ ഒരു ഖുറൈശി നേതാവ് പോലും വിശ്വസിക്കൂല. അതുകൊണ്ടാണ് അർക്കമിന്റെ വീട് സെലക്ട് ചെയ്യാനുള്ള കാരണം. എന്നാൽ ഖുറൈശി നേതാക്കന്മാരായ ആളുകൾ അറിഞ്ഞാലേ അർക്കമിന്റെ ജീവനും വീടിനും അപകടമാണെന്ന് അറിഞ്ഞിട്ടും അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അർക്കം എന്ത് ചെയ്തിട്ടുണ്ട്? വീട് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് മഹാന്മാരായ സ്വഹാബത്തിന്റെ ദീനിനോടുള്ള പ്രിയം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളൊന്ന് പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന രീതിയിലുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങളായിരുന്നു. ആദ്യമായിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് പിന്നെ ഖദീജ ബിബിയാണ്. അതിനുശേഷം വറഖത്ത് ബിൻ നൗഫലും അലി റളിയല്ലാഹു അൻഹും സയ്യിദ് ബിൻ ഹാരിസയും റുഖയ്യ ഉമ്മു കുൽസും പിന്നെ സൈനബ് ഫാത്തിമ എന്നീ പറയുന്ന റസൂലുള്ളാഹിന്റെ മക്കളും പ്രവാചകന്റെ കുടുംബത്തിന് പുറത്തു നിന്ന് ആദ്യമായിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് മഹാനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച ആളുകൾ, അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ മസൂദ് റളിയല്ലാഹു അൻഹു, അർക്കം ബിൻ അബിൽ അർക്കം എന്ന് പറയുന്ന സ്വഹാബി, ഇവരെല്ലാ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പരസ്യ പ്രബോധനം എങ്ങനെയായിരുന്നു, പരസ്യ പ്രബോധനത്തിന് സ്വഹാബത്തിന് ധൈര്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളത് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.